ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സഹലാസ് കിച്ചൺ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാലട പായസമാണ്. ഞാനിവിടെ ബ്രാഹ്മിൻസ് പാലട പായസം മിക്സാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ച് നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് പാലട പായസം തയ്യാറാക്കാം. പായസം ഉണ്ടാക്കാനായി ഞാനിവിടെ 2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ആദ്യമായി നമുക്ക് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ പാലൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പായസം മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊരു 10 മിനിറ്റ് ഈ അട ഒന്ന് വേവിച്ചെടുക്കാം. വേവിക്കാൻ വെച്ചിരിക്കുന്ന ഈ അട നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ഇതിന്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരല്പം ഉപ്പ് ചേർക്കാം. അപ്പോൾ അട നന്നായി വെന്ത് വന്നിട്ടുണ്ട്, നല്ല കുറുക്കി വന്നിട്ടുണ്ട്. ഇതുപോലെ വേണം നമുക്ക് വേവിച്ചെടുക്കാന്. പാലട പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പിങ്ക് കളർ ഉണ്ടാവും. അതെങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനു വേണ്ടി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തെടുക്കുക. പഞ്ചസാര പതുക്കൊന്ന് ഇളക്കിയിട്ട് നമുക്ക് മെൽറ്റ് ആക്കി എടുക്കാം. പഞ്ചസാര മെൽറ്റായി വരുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ പാലട പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് പായസത്തിലേക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പിങ്ക് പാലട പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സദ്യയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ ഉള്ളൊരു പായസമാണ്. നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഇനി എല്ലാ ഭാഗത്തേക്കും നമുക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാലട പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാലട പായസം മിക്സ് ഉപയോഗിച്ച് തന്നെ വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ പായസം തയ്യാറാക്കി എടുക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.